അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദദ് സുന്നി ക്ലാസ്. മഹാനായ യഹിയൽ ബർമക്കി റളിയല്ലാഹു അൻഹുടെ ജയിലിലിട്ടർ. യഹിയൽ ബർമക്കി റളിയല്ലാഹു അൻഹു ജയിലിടുമ്പോൾ മഹാനവർകളുടെ മോന് ഫളൽ ഇബ്നു യഹ്യ മോൻ ഫളലുടെയും ജയിലിലിട്ട്. അണ്ട് നല്ല ഈ തണുപ്പ് ചലികാലായിട്ടിരിക്കുക. മഹാനവർകളാണെങ്കിലോ യഹിയൽ ബർമക്കി ഖുറാസാന്റെ വലിയ പണ്ഡിതനാണ്. മഹാനവർകൾ 80 വർഷം കഴിഞ്ഞിരുന്നു. ആ 80 വർഷത്തിൽ ആ ഒരു സമയത്തായിട്ട് ജയിലിലിട്ടത് ചലികാലം. മഹാനവർകൾ തഹജ്ജുദ് എണീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക ഉദ്ദേശിക്കുമ്പോൾ ചളികാലല്ലേ, തന്നെയല്ല കോൾഡായിട്ടുണ്ട്. മോന് തെല്ല് തന്നി വെച്ചാക്ക കോല് കത്താട്ടിട്ട് തെല്ല് തീ കത്തുവാട്ടിട്ട് തന്നി വെച്ചാക്കിട്ട് പുറത്തായിട്ടാകുമ്പോൾ ജയിലധികൃതർ അത് കിട്ടില്ല, കോലെടുക്കോ കിട്ടില്ല. അങ്ങനെ മഹാനായ യഹിയൽ ബർമക്കി റളിയല്ലാഹു അൻഹു മോൻ ഫളൽ എന്നവറുകൾ അവിടെ കത്തുവാട്ടി വെച്ച വെളിച്ച, പണ്ട് കാലത്തൊക്കെ ചിമ്മിനി, ലാമ്പ്, ഇതുപോലത്തെ തിരി എല്ലാം കത്തുവാട്ടി വെക്കല്. അപ്പൊ അതിനെ മുട്ട് ഒരു പാത്രം പിടിച്ചിട്ട് കുറേ ഞാറെടുത്ത് അപ്പൊ അതിനെ ഈ ചൂട് കൊണ്ടിട്ട് എന്തായിട്ട് ഇതിലെ കോൾഡ് പോയിട്ട്, ഈ തണ്ണിയുടെ കോൾഡ് പോയിട്ട് അങ്ങനെ ബാപ്പ ഉതു എടുക്കുമായിട്ട് കുറേ നേരം അവിടെ പിടിച്ചിട്ടുണ്ട്. പിത്യാണ്ട് ഈ ജയിലിന്റെ ആൾ എന്താക്കി ഒന്നിനെ വെളിച്ച പോലും കത്തുവാട്ടിയൊക്കെ മുട്ടില്ല. എന്താ ഇയാൾ തന്നി ചൂടാക്കലല്ലേ, തന്നി ചൂടാക്കാൻ അതിന് മുട്ടപ്പുറത്ത് പാത്രം പിടിച്ച് നിன்ற മാത്രം. മഹാനായ ഫളൽ റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് മോന് ചൊമ്പടെ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് അതിപ്പോ വെച്ചാക്കൊന്നും തെറുകണ്ടില്ല. അപ്പൊ മഹാനവർകൾ തന്റെ ഭയത്ത് അതിരെ ഒത്തിപ്പിടിച്ചിട്ട് തന്നി കോൾഡായിട്ട് ഈ തന്നിലെ ഭയത്ത് ഒത്തിപ്പിടിച്ച് എന്താ ഭയ നാളെ ശരീര ചൂടിക്കിടല്ലേ, അങ്ങനെ കുറേ നേരം പിടിച്ചിട്ടാകുമ്പോൾ ഇതിന് കോൾഡ് പോണ്ടു. അപ്പൊ അങ്ങനെ ആയിട്ട് മഹാനവർകൾ ബാപ്പ ഉറങ്ങിയാൽ പിന്നെ മോൻ എപ്പോഴും ഇങ്ങനെ ആക്കിട്. അപ്പൊ ഒരു നാൾ ബാപ്പ എണീച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് മോൻ എന്താക്കില്ല ഈ ചൊമ്പടെ പാത്രത്തിലുള്ള തന്നി ഈ ഭയത്ത് ഒത്തിപ്പിടിച്ച്. അപ്പൊ നിങ്ങൾ ഇത് എത്ര കോൾഡിക്കല്, അതിലെ തടിക്ക ഒത്തിപ്പിടിക്കണം, ഭയത്ത് ഒത്തിപ്പിടിക്കല്. അപ്പൊ ഈ ശരീരത്തെ ചൂട് കൊണ്ടിട്ട് അതിലെന്താവിടും കോൾഡ് പോയി കിട്ടും. അത്രമേ തന്നെയൊന്നും വെച്ച അവിടെ ഉണ്ടെന്നല്ലോ. അപ്പോൾ ജാവ് വറക്കൊലയില് മോൻ വറക്കൊലയില് ബാപ്പ ഇറങ്ങിയാൽ പിന്നെ ബാപ്പക്ക് തന്നി തഹജ്ജുദ് തന്നിക പേനായിട്ട് ആ തന്നില് കോൾഡ് പോണക്ക് പേനായിട്ട് ഇത് ബാഗത്ത് ഇങ്ങനെ ഈ ചൊമ്പടെ പാത്രത്തിൽ തന്നി വീത്തി അത്ര ഒത്തിപ്പിടിക്കുക. സുബയാകുമ്പോഴത്തേക്കും അല്ല തഹജ്ജുദിന് നേരാകുമ്പോഴത്തേക്കും ബാപ്പക്ക് തന്നി കൊടുക്കും. ഒരു നാൾ ബാപ്പ എസർത്തായി നോക്കുമ്പോൾ ഈ മോനും ഈ പാത്രത്തിൽ തന്നി ഇങ്ങനെ പിടിച്ചിട്ട് ഇതിരെ കോൾഡ് പോണക്ക് വേനായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടല്ലോ. ബാപ്പ അത്ഭുതപ്പെട്ടിട്ട് ഹൈറ് കൊണ്ട് ദ്വാരത്ത്. അപ്പൊ എന്തുകൊണ്ട് ഫളൽ റളിയല്ലാഹു അൻഹു തന്റെ ബാപ്പ യഹിയൽ ബർമക്കി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തന്നെ ചൂടാക്കിത്തിട്ട് കേട്ടെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരിപാടി ഒന്നായിട്ട് എന്തിരെ അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തെ കവാടങ്ങളിൽ ഏറ്റവും ഉന്നതമായ കവാട സ്വർഗത്തിലെ അത് മാതാപിതാക്കളായിട്ട്. അപ്പൊ സ്വർഗത്തെ വായിലുകളിൽ ഏറ്റവും ടോപ്പിലുള്ളത്, ഏറ്റവും ഉന്നതമായത് ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തെ വായിൽ ഏറ്റവും ടോപ്പിലുള്ളത് മാതാപിതാക്കൾ. ചെന്നതിനർത്ഥം മാതാപിതാക്കളെ ഹിദ്മത്തെടുത്തെങ്കിൽ സ്വർഗത്ത് കടക്കാം. മാതാപിതാക്കളെ തൃപ്തിയിലെ അള്ളാഹുടെ തൃപ്തി ഉണ്ടെങ്കിലേ സ്വർഗത്ത് കടക്കുക അവിടെ. അപ്പൊ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാതാപിതാക്കളെ ഖിദ്മത്തെടുക്കുക എന്നതിൽ വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അപ്പോ മാതാപിതാക്കളും ചൊല്ലത് അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ വന്ന് കേട്ടില്ലേ, ആരാണ് നബി ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത്, നല്ല പെരുമാറ്റത്തോടു കൂടെ ഇരിക്കേണ്ടത്? അപ്പൊ നബി തങ്ങൾ ഉത്തരം കൊടുത്തത് ഉമ്മുഖാനിന്റെ ഉമ്മ, പിന്നെ അപ്പുറം ഉമ്മ, നാലാമത്തെ സമയത്തായിട്ട് ബാപ്പക്ക് സ്ഥാനം കൊടുത്തു. അപ്പൊ മാതാപിതാക്കളെ ഖിദ്മത്ത് എടുക്കുക എന്നുള്ളത് അത് വലിയ പുണ്യമുള്ള കാര്യം.
ഇസ്ലാം വലിയ ശ്രേഷ്ഠത കൽപ്പിച്ച ഒന്നായിട്ട്. അപ്പൊ ഞങ്ങളെ മാതാപിതാക്കളെ ഹിദ്മത്ത് എടുക്കുക എന്നത് ഞങ്ങൾ സ്വർഗത്തിലെത്തുള്ള ഏറ്റവും സുലഭത്തെ തീർവായിട്ട്. അപ്പൊ അങ്ങനെ തൃപ്തി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താവണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾ ഹയാത്തിന് ഞങ്ങൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മരിച്ച ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. സജ്ജനങ്ങളിൽ അള്ളാഹു ഞങ്ങളെയും മകളെയും പെടുത്തട്ടെ. സ്വർഗീയ അവകാശികളിൽ അള്ളാഹു പെടുത്തട്ടെ. അപ്പോൾ മാതാപിതാക്കളോടുള്ള ബന്ധം മരണത്തിൽ പിന്നെയും വേണം. അതുകൊണ്ടായിട്ട് അങ്ങനെ സിയാറത്ത് ചെയ്യണം. അതൊക്കെ ഇസ്ലാം വലിയ പ്രോത്സാഹം കൊടുത്തത്. വാർത്തലൊക്കെങ്കിലും മാതാപിതാക്കൾക്ക് സിയാറത്ത് ചെയ്യണം, നമുക്ക് വേണ്ടി ദ്വാരക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ദ്വാരക്ക് വേണ്ടി പാറ്റത് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.